ഹലോ, ഗുഡ് മോർണിംഗ്. മുഹമ്മദ് റിയാസ് ടൂറിസം മിനിസ്റ്ററാണ്, പിണറായിയുടെ മരുമകനാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ ഡ്രൈവേഴ്സിൻ്റെ ഒരു ഗതികേട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുക കേട്ടോ. ഇപ്പം ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലാണ് നമ്മുടെ ഗസ്റ്റ് റൂം എടുത്തിരിക്കുന്നത്. ഹയാത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാത്റൂം ഇല്ല, ഡ്രൈവർക്ക് കുളിക്കാനുള്ള സൗകര്യം ഇല്ല. നമ്മൾ ഗസ്റ്റിന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നിങ്ങൾ പറയണം. അപ്പോൾ നമ്മളിവിടെ നിന്ന് വന്ന് ലൈവ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗതികേട് പല സ്ഥലങ്ങളിലും പല കിലോമീറ്ററുകൾ ദൂരം നമ്മൾ ഓടി വന്നിട്ട് ഇവിടെ വാഷ്റൂം അല്ല, കടക്കാൻ ഒരു റൂമില്ല. മെയിനായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് എങ്ങനെ അറിയാം? ഡ്രൈവർമാർ കംഫർട്ടബിളായിട്ട് ഉറങ്ങാത്തത് കൊണ്ടാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ലുലു ബോൾഗാട്ടി ഹയാത്തിൻ്റെ വാഷ്റൂമാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എനിക്ക് നാണക്കേടുണ്ട്, ഇത് കാണിച്ചു തരാം. ഒന്നിനൊരു ഡോറില്ല, നോക്കൂ, ഒന്നിനൊരു ഡോറില്ല. ഇത് വന്ന് ഞാൻ അവരുടെ കാല് പിടിച്ചിട്ടാണ് ഇത് തുറന്നത്. ഇത് കൺവെൻഷൻ സെൻറ്ററിൻ്റെ വാഷ്റൂമാട്ടോ. സോറി. അപ്പോൾ ഇതൊന്നും ഇവിടെ ബക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഒരു വെക്കാനുള്ള ഒരു തോർത്ത് വെക്കാനും കൂടെ ഒരു സ്ഥലമില്ല, കപ്പില്ല, മഗ്ഗില്ല, ഒന്നും ഡോറിൽ ഒന്നും ഒരു ഇതുമില്ല. കണ്ടു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അതുപോലെ പല കിലോമീറ്ററുകൾ ഓടി വന്നിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നും ഡോറില്ല, ഒന്നുമില്ല. ഇത് കാണിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര അറപ്പാകുന്നുണ്ട്. ഇത് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഷെയർ ചെയ്യണം. ബാത്റൂമിൽ ഒരു ഫെസിലിറ്റീസിൽ നമ്മൾ മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് വന്നിട്ടേ ഇവിടെ നമ്മൾ വന്ന് കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേണ്ടേ? അവിടെ ആണെങ്കിൽ ഒരു വാഷ്റൂം മാത്രമേ ഉള്ളൂ. കുളിക്കാനുള്ള കാരണം ചോദിക്കുമ്പോൾ അവർക്ക് അറിയുന്നില്ല. കുറേ ഇന്ത്യ പിള്ളേരെയൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ എടുത്തിരുന്ന ആരെങ്കിലും ഒരാൾ പ്രതികരിക്കണ്ടേ? ഇങ്ങനെ 10 പേര് പ്രതികരിച്ചാലല്ലേ ഇത് നമുക്ക് ഇതാകുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കണം രണ്ടാൾക്ക്. ഇവിടുത്തെ ഒരു ഡ്രൈവർ ഏട്ടൻ്റെ കാര്യങ്ങൾ പറയും. ഈ ഏട്ടൻ പറയും, എന്താണ് ഇന്നലെ നടന്ന സംഭവം പറയും. 12 മണിക്ക് വന്നപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞ വണ്ടി കയറ്റി വിടാൻ പറ്റില്ല. ഗസ്റ്റിൻ്റെ ടെലിഫോൺ നമ്പറാണ്, അവരുടെ റൂം നമ്പർ പറഞ്ഞത്. ഞങ്ങൾ 3 ദിവസം ഇവിടെ കിടന്നിട്ടും ഒരു ഇതില്ല, ഫെസിലിറ്റി ഇല്ല. ചൂടിന് നല്ല ചൂട്, കുളിക്കുന്നതിന് ഡോറില്ല, ബക്കറ്റില്ല, ഒന്നുമില്ല. ബാത്റൂമിന്റെ ക്ലീൻ അല്ല, ബാത്റൂമിൽ ബക്കറ്റ് ഇല്ല, ഒരു ബാത്റൂമിൽ ഹുക്കില്ല. ഇത്രയും നിങ്ങൾ ഇങ്ങ ബക്കറ്റ് ഒന്നുമില്ല. இந்த വാഷ്റൂം കിടക്കുന്നതേ ഭാഗ്യം. അപ്പോൾ ദയവ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് കുറവാക്കണമെങ്കിൽ ഡ്രൈവർമാർ കംഫർട്ടബിളായിട്ട് ഉറങ്ങണം. ഓക്കെ, ഉറങ്ങിയില്ല എങ്ങനെ വെച്ചാൽ ഈ പറഞ്ഞ പോലെ അവർക്കൊന്നും ഈ മന്ത്രിമാർക്കൊന്നും ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്ത പോലെയാണ് ടൂറിസം വകുപ്പ് മന്ത്രി ഇരിക്കുന്നത്. എല്ലാ ഹോട്ടലിലും ഒരു വാഷ്റൂമും ഒരു ബാത്റൂമും ഒരു കിടക്കാനുള്ള ഒരു ബെഡൊന്നും വേണ്ടേ, സാധാരണ ഒരു പായ്. ഇത്രയും ഇൻ്റർനാഷണൽ ലെവലിൽ ഹോട്ടലുകളിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴേ ഞങ്ങളെപ്പോലുള്ളവർ ഡ്രൈവർമാർ വന്നിട്ടാണ് ഇവിടെ ഈ കസ്റ്റമറെ ഇവിടെ എത്തിക്കുന്നത്. അല്ലാണ്ട് അവർ പറന്ന് അമേരിക്കയിൽ നിന്ന് ഇവിടെ വരില്ല. എയർപോർട്ടിൽ നിന്ന് വന്ന് നമ്മൾ പല ദിവസങ്ങളായിട്ട് എന്താ പറയുക, മൂന്നാർ പോയാലും ഒരു ഫെസിലിറ്റീസ് ഇല്ല, കുമരകം പോയാലും ഒന്നുമില്ല. പിന്നെ സ്വന്തം കയ്യിൽ പൈസ എടുത്തിട്ടാണ് റൂം എടുത്ത് നമ്മൾ താമസിക്കുന്നത്. ഗസ്റ്റ് പെയിനൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാവരും ഷെയർ ചെയ്യണം. ഇതുപോലെ ലുലു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലുള്ള അതും വാഷ്റൂമിൽ വന്നിട്ട് കയ്യും കാലും പിടിച്ചിട്ടാണ് ഇവർ കുളിക്കാനുള്ള സൗകര്യം കാണിച്ചു തന്നത് ഇത്രയും ഡ്രൈവർമാർക്ക്. ആലോചിച്ച് നോക്കൂ. ഈ വീഡിയോ കണ്ടവരെല്ലാവരും ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സ്വന്തം സിന്ധു ട്രാവൽസ്.